ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് കമൻറ്റ് സെക്ഷനിൽ കണ്ടൊരു ചോദ്യമാണ് സെപ്പറേഷൻ ഫേസ്. അതെന്തിനാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്? അതായത് ഒരുപാട് സ്നേഹത്തോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് വന്ന് അത് പതിയെ പതിയെ എനർജി കുറഞ്ഞു വന്ന് ഒരു സെപ്പറേഷൻ ഫേസ് വരുന്നു. ആ സെപ്പറേഷൻ ഫേസ് എന്തിനാണ് നമുക്ക് തരുന്നത്? അപ്പോൾ ഈ സെപ്പറേഷൻ ഫേസിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ബബിൾ ഫേസിൽ നമ്മൾ ഒരുപാട് കുറേ കാലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മേജർ ഫേസ് ഓഫ് ലൈഫിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ സൊസൈറ്റി പാറ്റേൺസ്, നമ്മുടെ ചിന്താഗതികൾ, ഇതെല്ലാമാണ് ഒരു ബബിൾ ഫേസ് വരുന്ന സമയത്ത് നമ്മൾ പൊളിച്ചെഴുതുന്നത് എന്ന് പറയുന്നത് അല്ലേ. ഒരു മാഗ്നറ്റിക് പുൾ ഓഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു അട്രാക്ഷൻ വരുന്നു ഈ ഒരു വ്യക്തിയുമായിട്ട്, നമ്മുടെ DM എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുവരെയൊക്കെ ചിന്തിച്ചിരുന്ന പാറ്റേൺസ് ഒക്കെ നമുക്ക് മാറുന്നു. നമ്മൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്നു. ഈ ബബിൾ ഫേസിൽ നടക്കുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ സൊസൈറ്റി പാറ്റേൺ, അതായത് എത്ര കാലത്തായി നിങ്ങൾ ഈ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ അത്രയും കാലം നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്ന എല്ലാ പാറ്റേൺസും മാറി. പിന്നെ വരുന്നതൊക്കെ ഈവൻ DMൻ്റെ കുറച്ച് ചിന്താഗതികൾ, നിങ്ങളുടെ ചിന്താഗതികൾ, ഈ ഉറങ്ങിക്കിടന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ഈ ഡിസ്കഷനിൽ വയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കഷന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിക്കും, അയ്യോ ഞാനാണോ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചത്, ഇത്രയും കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾ പല ഫേസിലും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ രീതിക്കുള്ള എനർജറ്റിക് പുൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാവും ആ ഒരു ആദ്യത്തെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു എനർജി ഒന്നും ഇപ്പോൾ ഇല്ല. പതിയെ പതിയെ ആ എനർജി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. അതായത് DMൻ്റെ സൈഡിൽ നിന്ന് DFിലേക്കുള്ള ആ ഒരു എനർജി പുൾ ചെയ്യുന്നതായിട്ട് തോന്നും. ഓട്ടോമാറ്റിക്കലി DFന് ആ എനർജി ലോസ് ആവുന്നത് മനസ്സിലാവും. DF കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കും. ബട്ട് തിരിച്ചെന്താ സംഭവിക്കുന്നത്? DM ഇമോഷനെ ഷട്ട് ഡൗൺ ചെയ്യും. DM ഒരിക്കലും തിരിച്ച് എന്താണ് റീസൺ എന്ന് പ്രോപ്പറായിട്ട് പറയില്ല. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ത് റീസൺ കൊണ്ടാണ് അവർ തിരിച്ച് പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്, DFന് ശരിയായ ഉത്തരം കൊടുക്കാത്തത് എന്താണെന്ന് അവർക്ക് പോലും പിടികിട്ടാത്തൊരവസ്ഥ. ഇതിന് ശേഷം പലതവണ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം DF പതിയെ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്, DF തിരിച്ച് ആ എനർജി വലിക്കാൻ തുടങ്ങും. ചെറിയ രീതിക്ക് എനർജി വലിക്കുമ്പോൾ തന്നെ DF കമ്മ്യൂണിക്കേഷനിലേക്ക് തിരിച്ച് വരും. അതായത് എന്താണ് എങ്ങനെയാണെന്ന് അവർ ചോദിക്കും. അപ്പോൾ DF തിരിച്ച് പറയും, എനിക്ക് ആദ്യത്തെ പോലത്തെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ DF ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. DF പതിയെ പുൾ ബാക്ക് ചെയ്യുന്നു. നന്നായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ DF മാറി നിൽക്കുന്നു. അത് ചിലപ്പം 2 ദിവസം, ഒരാഴ്ച, അങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വന്ന് DF തന്നെയാണ് ആദ്യം ഈ സെപ്പറേഷന് വേണ്ടി ഒരു ഇനീഷ്യേഷൻ എടുക്കുന്നത്. അതായത് മാറി നിൽക്കുമ്പോൾ അവർ DMൻ്റെ സൈഡിൽ നിന്ന് അവർ തിരിച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കും എന്നുള്ള ഒരു എനർജറ്റിക് ഒരു രീതി അവർക്ക് തോന്നുകയും അവരങ്ങനെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അങ്ങനെ അവിടുന്ന് ഷിഫ്റ്റ് ആവുകയാണ്. കാരണം DM ആദ്യം ഇതേപോലെ മാറി നിൽക്കും, അതേപോലെ DF മാറി നിൽക്കും, അങ്ങനെ ഓൺ ആൻഡ് ഓഫ് പോകും. ഒരു സമയം എത്തുമ്പോഴേക്കും 2 പേർക്കും ഈ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന സംഭവം അടുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ സെപ്പറേഷൻ ഫേസിലാണ് ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ അവരെ അടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോമാസ് പുറത്തേക്ക് വരികയും ഈ ട്രോമാസിനെ ഓരോന്നായിട്ട് ഇത്രയും കാലം ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നിരുന്ന ഈ ഇമോഷണൽ ട്രോമാസിനെ അവർ ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ DF ഇതിൽ നിന്ന് റൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൊത്തം, അതായത് ഇവരുടെ ഇമോഷനിൽ നിന്ന് DF റൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി അവർ ഡാർക്ക് നൈറ്റ് ഓഫ് എ സോൾ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും. ആ ഡാർക്ക് നൈറ്റ് ഓഫ് എ സോളിൻ്റെ ഒരു ഡിപ്രഷൻ ഫേസിൽ നിന്ന് കരകയറി വരുമ്പോൾ ഓരോ ട്രോമാസും അവരിലേക്ക് യൂണിവേഴ്സ് ഇങ്ങനെ തള്ളി കൊടുക്കും. ഫസ്റ്റ് ട്രോമ നിങ്ങൾ ഇതിനെ ഫേസ് ചെയ്യൂ. അതായത് ഒരൊറ്റ അടിക്കല്ല ഡിപ്രഷൻ ഫേസിൽ നിന്ന് അവർ കരകയറി വരുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? അവർ ഫസ്റ്റ് അവരുടെ ഏതെങ്കിലും ഒരു ഫേസിലുള്ള ഒരു ട്രോമ, ഇന്ന ട്രോമ എന്നില്ല, അവർ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രോമ അവർ ഫേസ് ചെയ്യും. അതിനെ ഹീൽ ചെയ്യണം എങ്ങനെയെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് കുറേ വീഡിയോസൊക്കെ അവരുടെ മുന്നിൽ വരും. അതേപോലെ പലരുടെയും കമ്മ്യൂണിക്കേഷൻ വരും. അതേ അവസ്ഥയിലിരിക്കുന്ന ടിൻ ഫ്ലെയിം ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു സോൾമേറ്റ് സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്ന ആളുകൾ വരും. അതുപോലെ ചില സോൾമേറ്റ്സ് വരും. എന്നിട്ട് അവർക്ക് പലതും ആ ലെവലിൽ പഠിപ്പിച്ചു കൊടുക്കും. ചില ആളുകൾ സ്വന്തമായിട്ട് ഇതിനെ ഫേസ് ചെയ്യും, ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിനെ ഫേസ് ചെയ്യും. ചില ഹീലിംഗ് മെത്തേഡ്സുകൾ കാണും, പല സ്ഥലത്തും സെർച്ച് ചെയ്യും, ഗൈഡൻസ് ചാനലുകൾ കാണും. അതിലൂടെയൊക്കെ അവർ ഹീലിംഗ് പതിയെ പഠിക്കും. എങ്ങനെ ഹീൽ ചെയ്യണം, ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ അവർക്ക് തരണം ചെയ്യണമെന്ന് പഠിക്കും. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കളി എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് വേണ്ട ഹീലിംഗ് വീഡിയോസും അവർക്ക് വേണ്ട മെത്തേഡ്സും അവരുടെ മുന്നിൽ തന്നെ പല രീതിക്ക് തെളിഞ്ഞു വരും. അത് ചിലപ്പോൾ ഒരു നോട്ടീസിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് അങ്ങോട്ടുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് കറക്റ്റ് കൊടുക്കുകയും ചെയ്യും. അവർ കറക്റ്റ് അതിലേക്ക് എത്തുകയും ചെയ്യും.
അപ്പോൾ അവർക്ക് കർമാസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഹീലിംഗ് എക്സ്റ്റെൻഡ് ആയിട്ട് പോവുകയുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് കാർമിക് സിറ്റുവേഷൻസ് അതിലൂടെ കടന്നു വരും. അപ്പോൾ നമ്മൾ ഈ ഫേസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൈം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ കഴിഞ്ഞ് ഡിപ്രഷൻ ഫേസും കഴിഞ്ഞ് നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേജർ കർമാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഈ മേജർ കർമാസിൻ്റെ, അതായത് ബാഡ് കർമാസിൻ്റെയും ഗുഡ് കർമാസിൻ്റെയും ഒരു മിഡ് പോർഷനാണ് ഈ ഡാർക്ക് നൈറ്റ് ഓഫ് എ സോൾ എന്ന് പറഞ്ഞ അവസ്ഥ. അതായത് ഒരു ലാൻഡിങ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ടവറിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ അവിടെ ഒരു മിഡ് പോർഷൻ എത്തുമ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അവിടെ നമ്മൾ ടയേർഡായിരിക്കും, അസ്വസ്ഥതകൾ ഉണ്ടാവും, നമ്മളവിടെ വെള്ളം കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുടിക്കണം. അതൊക്കെയാണ് ഹീലിംഗ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. ആ ഹീലിംഗ് കഴിഞ്ഞ് അവിടെ നമ്മളൊക്കെ വെള്ളം ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് എനർജറ്റിക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ മേളിലേക്കുള്ള പാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാറ്റ് കിട്ടുന്നത്, അല്ലേ? മിഡ് പോർഷൻ കഴിഞ്ഞ് മേളിലേക്ക് വന്നാൽ നല്ല കാറ്റുണ്ടാവും, തണുപ്പുണ്ടാവും, ക്ഷീണങ്ങളൊന്നും നമുക്ക് അറിയാത്ത രീതിയിൽ നമ്മൾ അവിടുന്ന് ക്ഷീണവും കഴിഞ്ഞ്, അതായത് ഡിപ്രഷൻ ഫേസും കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നതൊക്കെ, നമ്മളിലേക്ക് വരുന്നതൊക്കെ ഗുഡ് കർമാസാണ് കൂടുതലും. അതായത് ഈ ട്വിന്നിൻ്റെ വരവും ഡാർക്ക് നൈറ്റ് ഓഫ് എ സോളും കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ ഗുഡ് കർമാസായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗുഡ് കർമാസിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നതും ഓരോ മെത്തേഡ്സ്, ഹീലിംഗ് മെത്തേഡ്സിൽ നമ്മൾ തെറാപ്പി മെത്തേഡ്സ് പഠിക്കും, പല രീതിക്കുള്ള ഹീലിംഗ് മെത്തേഡ്സ് നമ്മൾ ട്രൈ ചെയ്യും. നമ്മുടെ ഓരോരോ ഇമോഷൻസിനെയും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഫേസാണ് ഈ സെപ്പറേഷൻ ഫേസ്. അപ്പോൾ ഈ സെപ്പറേഷൻ ഫേസിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ സെപ്പറേഷൻ ഫേസ് നമുക്ക് തന്നില്ല എന്ന് വിചാരിക്കുക, അല്ലേ? നമുക്ക് എന്തിന് സെപ്പറേഷൻ ഫേസ് തരുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കർമാസ് ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഈവൻ ഗുഡ് കർമാസ് ആണെങ്കിൽ പോലും ഈ ട്വിന്നിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത്. ട്വിൻ എന്ത് ചെയ്യുന്നു, അതായത് അവർ നമ്മളിൽ നിന്ന് പോകുന്നില്ല. ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, കരച്ചിലും പിഴിച്ചിലും, ഓരോ കണ്ടീഷനിൽ അവരുടെ കാല് പിടിച്ച് അവരെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കുന്ന രീതി, എന്തുകൊണ്ട് മെസ്സേജ് അയച്ചില്ല, എന്തുകൊണ്ട് ഗുഡ് മോർണിംഗ് ഇട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, അല്ലെങ്കിൽ എവിടെ പോയിരിക്കുകയായിരുന്നു, ഇത്രയും നേരം കണ്ടില്ല, എന്നെ വിളിച്ചില്ല, ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് അവരുടെ പുറകെ പോയി ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് നമ്മുടെ കർമ്മ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന സോൾമേറ്റ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മളിലേക്ക് വരുന്ന ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് അക്സെപ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് ഹെവി കർമ്മയായിട്ട് നമ്മളിപ്പോൾ ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലി തന്നെ നമ്മൾ കംഫർട്ട് സോൺ, അതായത് ഇവരെവിടെ ഇരിക്കുന്നോ ആ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും നമുക്ക് ഈ ജോലിയുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ പോലും, സഹിക്കേണ്ടി വരുന്ന ജോലിയാണെങ്കിൽ പോലും, നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സാലറി തരുന്ന ഒരു ജോലി അല്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ സഹിച്ച് പിടിച്ച് നിൽക്കും. കാരണം ഈ ട്വിന്നിനെ ഡെയിലി കാണാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അവരെ കാണുകയോ കൂടെ ഇരിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഈ സംഭവം കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അവർ മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരിക്കും അവരെ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് നീങ്ങിപ്പോകാനോ ഒന്ന് ട്രാൻസ്ഫർ മേടിക്കാൻ പോലും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി വേറൊരു നാട്ടിലുള്ള ഒരു ജോലിക്ക് നിങ്ങൾക്ക് ഹയർ സാലറിയിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു ജോലി കിട്ടിയാൽ പോലും നിങ്ങൾ അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ റെഡി ആവില്ല ഈ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, സെപ്പറേഷൻ ഫേസ് വരുന്ന സമയത്ത് നമ്മൾ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. സ്റ്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും കാണാനുള്ള ആഗ്രഹങ്ങൾ നിൽക്കും, കംഫർട്ട് സോണിൽ നിൽക്കുമെങ്കിലും മാറിപ്പോകാനുള്ള റീസൺസ് നമുക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി അംഗീകരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂചനകൾ. അത് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. സ്റ്റിൽ അവരുടെ ജേണി കംപ്ലീറ്റ് ആവില്ല. കാരണം അവർ ഇനിയും കർമാസ്, ഈ ഗുഡ് കർമ്മയായിട്ട് നിങ്ങൾക്കൊരു ജോലി അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി പോയി അക്സെപ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മ കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ നിങ്ങൾക്ക് ചെറിയ ബാഡ് കർമാസും ഉണ്ടാവും, അതിൽ ഉപരിയായിട്ടുള്ള കുറേ ഗുഡ് കർമ്മകളുണ്ടാവും. അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾ എറ്റേണിറ്റിയിലേക്ക് എത്തുള്ളൂ. അപ്പം ഈ എറ്റേണിറ്റിക്കുള്ള നമ്മുടെ സോളിൻ്റെ, അതായത് ഈ ട്വിന്നായിട്ടുള്ള രണ്ടുപേരുടെയും സോളിൻ്റെ യാത്രയാണിത്. അവിടെ അപ്പുറത്ത് നിങ്ങളുടെ മറുപാതിയിൽ നിൽക്കുന്ന DM അവരുടെ കർമാസ് ഫാസ്റ്റ് ഫോർവേഡ് മോഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ആയിട്ട് അവരിലേക്ക് വരുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നു, ജോലിപരമായിട്ട് അവർ പല സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങൾ അന്നേരം കാണുന്നു ആ ട്രാവൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇവർ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ. നമ്മളിവിടെ ഈ DFs എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് അയ്യോ എന്താണ് സംഭവിക്കുന്നത്, അവർ ഹാപ്പിയാണ്. എന്തുകൊണ്ട്? അവരവരുടെ ജോലി അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ മൂവ് ഓൺ ചെയ്യാൻ തയ്യാറാവുന്നു, അവർ ട്രാവൽ ചെയ്യുന്നു. കാരണം അവരുടെ ജോലിപരമായിട്ട് അവർ ട്രാവൽ ചെയ്യുമ്പോൾ അവർ സ്റ്റാറ്റസ് ഇടും. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്ത എന്താണെന്ന്. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് DFs എന്താണ് ചോദിക്കുന്നത്? അയ്യോ അവർ സന്തോഷിക്കുന്നുണ്ടല്ലോ, അതെന്താ നമുക്ക് മാത്രം സങ്കടം? അവർക്ക് സന്തോഷം വരുന്നുണ്ടല്ലോ, നമുക്കെന്താ സന്തോഷമില്ലാത്ത? എന്തുകൊണ്ട് സന്തോഷമില്ല? നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയല്ല. നമ്മൾ ഒരാളെ മാത്രം എനർജി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ തന്നെ ഏത് സമയവും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലോചനയിൽ മുഴുവൻ അവർ 24/7 അവർ വേറെ ഒരു തരത്തിൽ ഒരു തോട്ട് പാറ്റേൺ ഇല്ല. നിങ്ങളുടെ മനസ്സിൽ തോട്ട് പാറ്റേൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഈവൻ ഇൻഡ്യൂഷൻ പോലും വർക്കാവില്ല. പലരും പറയുന്നതൊക്കെ ബ്ലോക്കേജസ് ഉണ്ട്, ഇൻഡ്യൂഷൻ വരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ബ്ലോക്കേജ് വരത്തില്ല. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഫോക്കസ് മൊത്തം ട്വിന്നാണ്. ട്വിൻ എവിടെ? റൊമാൻറ്റിസൈസ് ചെയ്യുക ട്വിന്നുമായിട്ടുള്ള ഇത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ട്വിന്നായിട്ട് ഓർക്കുക.
അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഇൻഡ്യൂഷൻ തരുന്നുണ്ടാവും, നിങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല, കാരണം യൂണിവേഴ്സൽ അല്ല, ആ ഫ്രീക്വൻസി ആയിട്ടല്ലല്ലോ, നിങ്ങളൊരു റൊമാൻറ്റിക് ഫ്രീക്വൻസി ആയിട്ടാണല്ലോ മാച്ച് ചെയ്തിരിക്കുന്നത്. ആ റൊമാൻസും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. കാലാകാലം ഈ റൊമാൻസ് ഓർത്തിരുന്ന് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞ് പോകും. അത് എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ ഒരു ഫിനിഷിംഗ് മോഡിൽ പോണില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കർമാസ് നിങ്ങൾ എവിടെയാണ് തീർക്കുന്നത്? ഗുഡ് കർമാസ് ആണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരു സോൾമേറ്റ് ആയിരിക്കും, നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹം എന്താണെന്ന് ശരിക്കും നിങ്ങൾ ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു സോൾമേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരാനുള്ളത്. അവിടെ അത് വേണ്ട, ട്വിന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ട്വിന്നിനും അവിടെ ഒരു സോൾമേറ്റ് വരുമ്പോൾ അത് പണ്ടേ അവർ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അവരിലേക്ക് പല റിലേഷൻഷിപ്പ് വരുന്നത് നിങ്ങൾ കാണുന്നു. അതൊക്കെ അവരുടെ സോൾമേറ്റ്സ് ആയിരിക്കാം, അവരുടെ കാർമിക്സ് ആയിരിക്കാം. പക്ഷേ അവരതിനെ മൂവ് ഓൺ ചെയ്യാനും അവരെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിക്കുന്നു. പക്ഷെ അവിടെ ഈ ട്വിൻ എന്തുകൊണ്ട് അവർ അവേക്കനിങ് ആവുന്നില്ല, അവരെന്തൊരു ചേഞ്ചസ് വരുന്നില്ല, ഇവിടെ കാത്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ ചേഞ്ചസ് വരുത്തണ്ടേ? നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതികൾക്ക് മാറ്റം വരുത്തണ്ടേ? അക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. നമ്മൾ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡെയിലി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇന്നൊരാൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ജേണി അല്ല ഇതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു റൊമാൻറ്റിക് ജേണിയേ അല്ല, നമ്മുടെ കർമാസ് തീർക്കാനുള്ള, നമ്മളെ മനസ്സിലാക്കാനുള്ള ജേണിയാണ്. അപ്പോൾ ഇവർ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ കർമാസ് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ സെപ്പറേഷൻ ഫേസിൽ നമ്മൾ കർമാസ് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ഡാൻസ് പോലത്തെ നമ്മുടെ ജോലി സംബന്ധമായ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹീലിംഗ് സംബന്ധമായ പുതിയ കാര്യങ്ങൾ, പല ആളുകളും ഹീലിംഗ് മെത്തേഡ്സിലേക്ക് വരുന്നുണ്ട്. പല ആളുകളും ഈ പറഞ്ഞ പോലെ ടാരോട്ട് റീഡിങ്, അതേപോലെയുള്ള പല റീഡിങ് മെത്തേഡ്സിലേക്ക് വരുന്നുണ്ട്. അവർക്ക് അതിലൂടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പലരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ഈ പറഞ്ഞ പോലത്തെ ഫേസുകൾ കഴിഞ്ഞ് കടന്നു വന്ന് കുറച്ച് ഹീലായി കഴിയുമ്പോഴാണ് അവർക്ക് ഇൻഡ്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇൻഡ്യൂഷൻസിലൂടെയാണ് അവർ പല കാര്യങ്ങളും ഗൈഡൻസ് പോലെ കൊടുക്കുന്നതും അവർക്കൊരു എനർജി എക്സ്ചേഞ്ച് പോലെ ചില എമൗണ്ട്സ് അവർക്ക് കിട്ടുന്നതും. അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്ത് കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ഒരു സാധനമല്ല ഇത്. ആ ഫോക്കസ് നിങ്ങൾ മാറ്റുക. ഈ സെപ്പറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഫേസാണ്. അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. സെപ്പറേഷൻ എന്ന് പറയുന്ന സാധനം ഒരു എന്താ പറയുക, ദുഃഖകരമായ സാധനം, അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ വിധി എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ ഫോൾട്ട്. ഈ കർമ്മ ഒരിക്കലും ഒരു ബാഡായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാധനം അല്ല കർമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് പലർക്കും, അല്ലേ? ഞാനടക്കം ഈ കർമ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് പേടിച്ച ആളാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങി, കർമ്മ എന്ന് പറഞ്ഞാൽ അത് പേടിക്കാനുള്ളൊരു സംഭവമല്ല. അവിടെ നമുക്ക് വരാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള നമ്മുടെ കടമകളാണ് ഈ കർമ്മ. അതിൽ ചില സമയത്ത് നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് വരാറുണ്ട്. നല്ല ഈ ബാഡ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി നമുക്ക് ഗുഡ് എക്സ്പീരിയൻസിലേക്ക് പോകാം. അതായത് നമ്മുടെ കാർമിക്സ് ആയിരിക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, ഇവരെല്ലാവരും പിന്നീട് സോൾമേറ്റ്സ് ആയിട്ട് മാറുക ചെയ്യുന്നത്, കാർമിക്സ് ആയിട്ട് നമ്മൾ തോന്നുന്നത്. അതായത് നമ്മുടെ രീതിക്ക് നമ്മൾ മാറ്റം വരുത്തുന്നു, നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ചിന്താഗതികൾ മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അവരുടെ എനർജി ഷിഫ്റ്റ് ആവും. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എനർജി ഷിഫ്റ്റ് ആകുമ്പോൾ അവരുടെ എനർജിയും മാറും. അങ്ങനെ അവർ സോൾമേറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ സെപ്പറേഷൻ ഫേസ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വീഡിയോസിൽ എത്രമാത്രം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് അത്രയായിട്ട് അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കർമാസ് നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് നിൽക്കുക, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിക്ക് ഒരു എക്സസൈസുകൾ, യോഗ, അതേപോലെയുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുക, എഴുതുക, വരയ്ക്കുക, നിങ്ങളുടെ കഴിവുകൾ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കുക. പല രീതിക്കുള്ള കഴിവുകളുള്ള ആളുകളാണ് ഓൾഡ് സോൾസാണ്. ഈ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ DFസിനും ഒരുപാട് കഴിവുകൾ, ഒരു കഴിവ് മാത്രമല്ല, ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ്. അങ്ങനത്തെ നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ കഴിവുകൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലൈസേഷനിലേക്ക് നിങ്ങൾ എത്തിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സാണ് അത് ആ സമയത്ത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് പോലും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ, ഈ സെപ്പറേഷൻ ഫേസ് വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്താൽ. നേരെ മറിച്ച് സെപ്പറേഷൻ ഫേസ് ഒരു മൂലയ്ക്ക് ഇരുന്ന് കരഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് എല്ലാ കാലത്തും കരഞ്ഞുകൊണ്ടിരിക്കും. അത്രയും ഉണ്ടാകത്തുള്ളൂ. കരച്ചിൽ എന്ന് പറയുന്നത് അത് ആരായാലും ശരി. ഇപ്പം നമ്മൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ DM കണ്ടാൽ പോലും നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. നിങ്ങളുടെ കരച്ചിൽ പോലും അവർക്ക് നിങ്ങളോട് ദേഷ്യം കൂടുതൽ ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഒരിക്കലും കരഞ്ഞുകൊണ്ട് നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിൽ. ഇനി ഇവൻ 3D ലെവലിലായാൽ പോലും നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് കണ്ട് നിങ്ങളോട് ഒരു അസൂയ തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ വളർച്ച, ഇപ്പം കാശുണ്ടാവുന്നത് ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നമ്മുടെ വെൽത്ത് കൂടുന്നത്. ആ എനർജി മറ്റുള്ളവരിലേക്ക് ഷിഫ്റ്റ് ആവും. നിങ്ങളുടെ കാശ് കാണുമ്പോൾ നിങ്ങൾക്ക് ബന്ധുക്കൾ കൂടുന്നത് അതുകൊണ്ടാണ്. നമ്മൾക്ക് കാശുകാരായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ലല്ലോ, ബന്ധുക്കൾക്കും നമ്മൾ സഹായിക്കേണ്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ പുതിയ കാർ എടുത്തു, നിങ്ങൾ നല്ല വീട് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പുതിയ ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന കാണാം. നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാറേ നമ്മൾ കാശുകാരായിട്ട് അവർക്ക് എന്ത് കാര്യം. ചിലവർ കൊടുക്കുമായിരിക്കും, പക്ഷേ കൊടുത്തില്ലെങ്കിലും നമുക്ക് ചുറ്റിനും ആളുകളുണ്ട്. കാരണം ഈ ഹൈ എനർജി ലെവലിലുള്ള ആളുകളിലേക്ക് അട്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പോൾ മണി ഒരു എനർജിയാണ്.
അതുകൊണ്ടാണ് മണി ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടി എനർജറ്റിക്കലി തന്നെ പല പല ഹീലിംഗ് മെത്തേഡ്സും ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ പറയാനുണ്ട്, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ സെപ്പറേഷൻ ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് പോവുക, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെഷൻസും ഗൈഡൻസ് സെഷൻസും എടുക്കാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.